വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എന്നെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടും ഇവിടെ ജോലി ചെയ്ത ആളുകൾ പറഞ്ഞു കേട്ടുമൊക്കെ മനോഹരമായൊരു ക്യാമ്പസായിട്ടാണ്, വളരെ ഊഷ്മളമായ ബന്ധങ്ങളുള്ള ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം പോലെ തന്നെ ആളുകൾക്കിടയിൽ ബന്ധത്തിൻ്റെയും ഒക്കെ ഇഴയെടുപ്പമുള്ള സൗന്ദര്യമുള്ളൊരു ക്യാമ്പസായിട്ടാണ് ചിറ്റൂരിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വിദ്യാർത്ഥികളാണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് തുടങ്ങാം. ഇതൊരു അനൗപചാരികമായ സ്വഭാവമുള്ള ഒരു ചർച്ചയാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെയാണ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് തുടക്കം കുറിക്കുന്ന ആൾ എന്ന നിലയിൽ ശ്രീവത്സൻ മാഷുടെ ക്ലൗഡ് മെസ്സഞ്ചർ എന്ന ഈ സമാഹാരത്തിലെ 9 കഥകൾ ഉൾപ്പെടുന്ന ഈ സമാഹാരത്തെക്കുറിച്ച്, ഈ സമാഹാരത്തിലെ കഥകളെക്കുറിച്ച് പൊതുവായി എൻ്റെ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ശ്രീവത്സൻ മാഷ് എനിക്ക് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചങ്ങനെ പരിചയമില്ലെങ്കിലും ഫോൺ വിളിച്ചിട്ടും പിന്നെ ഞങ്ങൾ അവിടെ ഒരു കവിയാലാപന മത്സരം നടത്തിയപ്പോൾ ആ സമയത്ത് മാഷ് വിക്ടോറിയയിലാണെന്ന് തോന്നുന്നല്ലേ, ഒരു കുട്ടി അവിടെ നിന്ന് പറഞ്ഞേക്കുക ഞങ്ങൾ ഫോണിൽ അങ്ങനെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. മാഷ് വായിച്ച് നേരത്തെ അറിയാം. ഭാഷാശാസ്ത്ര കൃതികളും നിരൂപണങ്ങളും കഥകളും ഒക്കെ വായിച്ച് നേരത്തെ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ മാഷിൻ്റെ ഈ ക്ലൗഡ് മെസ്സഞ്ചർ എന്നുള്ള പുസ്തകം സലാഹുദ്ദീൻ മാഷ് എനിക്ക് കൊണ്ടുവന്ന് ഞാനിതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ആദ്യം പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. 9 കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. 9 കഥകൾ, 9 വ്യത്യസ്തമായ കഥകൾ. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്ക് തോന്നിയൊരു നിരാശ ഞാൻ പങ്കുവെക്കുകയാണ്. ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ അത് ഈ പുസ്തകത്തിൻ്റെ അവതാരികയെക്കുറിച്ചാണ്. കെ.സി. നാരായണനാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. 9 വ്യത്യസ്തമായ കഥകളും വ്യത്യസ്തമായ ഭാവനാലോകങ്ങളുമുള്ള ഈ കഥാസമാഹാരത്തിൻ്റെ അവതാരികയിൽ ഒറ്റ കഥയെ മാത്രമാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഒരു കഥയെ മാത്രം മുൻനിർത്തി വ്യത്യസ്തമായ 9 കഥകളുള്ള ഈ സമാഹാരത്തിന് എങ്ങനെയാണ് ഒരു മനുഷ്യന് അവതാരിക എഴുതാൻ കഴിയുക എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ അത് വലിയൊരു, ഈ പുസ്തകത്തെ സംബന്ധിച്ച് പുസ്തകം തുറന്നു വായിക്കുന്ന ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അതിലേക്കുള്ള പ്രവേശകമാണ് അവതാരിക. അപ്പോൾ ആ അവതാരിക ഞാൻ അവസാനമാണ് വായിക്കുന്നത്. ഞാൻ ആദ്യം വായിച്ചില്ല, അവസാനം എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അതിൽ വലിയൊരു നിരാശ തോന്നി എനിക്ക്. ആ നിലയിൽ അല്ല ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു അരമണിക്കൂറിലധികം അല്ലെ, ഒരു 10-30-40 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഓരോ കഥകളും എടുത്ത് പറയാനല്ല ശ്രമിക്കുന്നത്, പൊതുഘടകങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. 9 കഥകളെ, ഓരോ കഥകളെ എടുത്ത് അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ 5-6 പൊതുഘടകങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പൊതുഘടകങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്ത കഥകളിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ഘടകങ്ങളും എല്ലാ കഥകൾക്കും ബാധകമാവണമെന്നില്ല, ചിലത് എല്ലാ കഥകൾക്കും ബാധകമായതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൊതുഘടകങ്ങളിലൂടെ കടന്നു പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ആദ്യത്തേത്, നേരിട്ട് അതിലേക്ക് തന്നെ വരാം. ക്ലൗഡ് മെസ്സഞ്ചർ എന്നുള്ള ഈ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു 9 കഥകളും 9 ഭാവനാലോകങ്ങളാണ്, 9 സന്ദർഭങ്ങളാണ്, അല്ലെങ്കിൽ 9 ജീവിതാവസ്ഥകളാണ്. ഒന്നുപോലെ മറ്റൊന്നില്ല, അത്രമേൽ വ്യത്യസ്തമാണ് 9 കഥകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ കഥകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ഈ വ്യത്യസ്തതകൾക്കിടയിൽ ഈ കഥകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു പൊതുഘടകമായി എനിക്ക് തോന്നിയ ഒന്ന്, ഈ കഥകളുടെ എല്ലാം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അസാധാരണത്വമുള്ള മനുഷ്യരാണ് എന്നുള്ളത്. കേന്ദ്രസ്ഥാനത്ത്, ഈ 9 കഥകളുടെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അസാധാരണത്വമുള്ള മനുഷ്യരാണ്. അസാധാരണത്വമുള്ള മനുഷ്യരെ കുറിച്ച്, ആ മനുഷ്യ വ്യക്തിത്വങ്ങളെ കുറിച്ച് ഫ്രോയിഡ് പറയുന്നുണ്ട്, ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും ഒക്കെ ഉള്ളടക്കം ചെയ്യുന്ന മനുഷ്യരാണ് അസാധാരണത്വമുള്ളവർ എന്ന്. യുങ് മനുഷ്യന്റെ ഷാഡോ ആണ്, മനുഷ്യരുടെ ഷാഡോ ആയിട്ട് അല്ലെങ്കിൽ നിഴൽ മനുഷ്യരായി, മനുഷ്യന്റെ നിഴലായി അസാധാരണത്വത്തെ കാണുന്നുണ്ട്. ഫുക്കോ അതിനെ അധികാരവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്, ഈ അസാധാരണത്വത്തെ. അസാധാരണത്വം എന്നത് വ്യവസ്ഥ മനുഷ്യരെ മാറ്റി നിർത്താൻ വ്യവസ്ഥയുടെ അധികാരം പ്രയോഗിക്കുന്ന ഒരു സവിശേഷമായ ഒരു ഘടകമായി ഫുക്കോ അതിനെ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം ഘടകങ്ങളെല്ലാം വെച്ച് പരിശോധിച്ചാൽ ശ്രീവത്സൻ മാഷുടെ ഈ 9 കഥകളിലെയും ഒരു പൊതു സ്വഭാവമായി മനുഷ്യരിൽ അസാധാരണത്വമുള്ള മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് വെറുതെ പറഞ്ഞു പോവുകയില്ല, നമ്മളത് പറയുമ്പോഴാണ് എത്രത്തോളം വൈവിധ്യം നിറഞ്ഞ ഒരു മനുഷ്യ മനസ്സിൻ്റെയും മനുഷ്യ സഞ്ചാരങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഭൂമികയായിട്ടാണ് ഈ കഥകൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുക. അത് ഒരുപക്ഷെ 9 കഥകളെക്കുറിച്ചും പറയേണ്ടി വരും. അപ്പോൾ ക്ലൗഡ് മെസ്സഞ്ചർ എന്നുള്ള കഥ, അതിൽ വിംഗ് കമാൻഡർ നീൽ ഇളയത്, സംസ്കൃത അധ്യാപകന്റെ മകനായ നീലകണ്ഠൻ ഇളയത്, വിംഗ് കമാൻഡറായി സിയാച്ചിൻ മേഖലകളിൽ ജോലി ചെയ്ത നീൽ ഇളയത്. അപ്പോൾ അസാധാരണത്വം ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വ്യവഹാരങ്ങളിൽ, അവരുടെ ചിന്താലോകത്തിൽ, ഭാവനാലോകങ്ങളിൽ, ജീവിത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പൊതുവിൽ
കാണാൻ കഴിയാത്ത, പൊതുവിൽ നമുക്ക് ഒരു ശരാശരി മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന മനുഷ്യൻ്റെയൊക്കെ ഒരു സാധാരണ ജീവിത സങ്കല്പങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അപ്പുറത്തുള്ള വ്യവഹാരങ്ങളിലേക്കും മനോലോകങ്ങളിലേക്കും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ് ഇവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നീൽ ഇളയത് മേഘങ്ങളുടെ ജനിതകമറിയുന്നവനാണ്. അയാൾ ഉയരങ്ങളുടെ കാമുകനാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സിയാച്ചിനിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ATCയിലേക്ക്, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വന്നു. സിവിൽ ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന തസ്തികയിലെത്തുന്നു. വിമാനം പറപ്പിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നു. മേഘങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. 40 നിലയുള്ള റിട്ടയർമെന്റ് ലൈഫിൽ 40 നിലയുള്ള ഫ്ലാറ്റിൽ, അതിൽ മനുഷ്യർക്ക് താമസിക്കാവുന്നതെന്ന നിലയിൽ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ 37ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ആ 37ാമത്തെ നിലയിൽ ആകാശം കാണുന്ന ഒരു ഗ്ലാസ് ചുമരുണ്ട്. അവിടുന്ന് ആകാശവും മേഘങ്ങളും കണ്ടുകൊണ്ട്, അങ്ങനെ മേഘങ്ങൾക്കിടയിൽ ആകാശത്തിന്റെ ഉയരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതൊരു ഒബ്സഷനായി കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് നീൽ ഇളയത്. മേഘങ്ങളുടെ ജനിതകം അറിയുന്ന ഒരാൾ. ഞാനൊരു ഭാഗം, ചില ഭാഗങ്ങൾ വായിക്കുകയോട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. ഒരു ഭാഗം വായിക്കാം. 10-15,000 അടി ഉയരം വരെയൊക്കെ മേഘങ്ങൾ കാണും. 10-15. അപ്പൊ ഇതിന്റെ ഈ ചരിത്രം എന്നിലൂടെ എന്നുള്ള സഫാരി ടിവിയുടെ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന തോബിയാസ് എന്ന ക്യാമറാമാനും ഇദ്ദേഹവും ഒക്കെ കൂടെയുള്ള വ്യവഹാരങ്ങളുടെ സന്ദർഭങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവിടെ അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, 10-15,000 അടി ഉയരം വരെയൊക്കെ മേഘങ്ങൾ കാണൂ. അതിനു മുകളിൽ ശരിക്കും മെഡിറ്റേറ്റീവ് മൂഡാണ്. ടൈം ഇല്ലാതാവുന്ന അവസ്ഥ സങ്കല്പിക്കാനാവും. അതാണ് ഇവിടെ. അറ്റ്ലാന്റിക്കിന്റെ മുകളിലൂടെ 18 മണിക്കൂറൊക്കെ നിർത്താതെ ഫ്ലൈ ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക്. എന്താ പറയുക? യു വിൽ ബിക്കം നത്തിങ്. വിഷനീല നിറഞ്ഞ മേലാപ്പിന് കീഴെ കടൽ പോലെ പതഞ്ഞു കിടക്കുന്ന മേഘത്തെ ചക്രവാളം വളഞ്ഞു വലയം ചെയ്ത് കാന്തം പോലെ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും. 1000 മൈൽ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസം. മേഘങ്ങൾ ഒഴിഞ്ഞ ഇടവേളകളിൽ താഴേക്ക് നോക്കി ഭൂമി എവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കും. അത് മതി. പിന്നെ ഇങ്ങനെ മേഘങ്ങൾക്ക് മുകളിലൂടെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഈ ഉച്ചനേരമാണ്, ഉച്ചനേരത്ത് മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ നാം ബ്ലൈൻഡായി പോകും എന്ന് പറയുന്നു. അതിന് ധ്യാനാത്മകത അനുഭവിക്കുന്ന ആളാണ് മേഘങ്ങളുടെ ജനിതകം അറിയുന്ന, മേഘങ്ങളുടെ വൈവിധ്യം അറിയുന്ന നീൽ ഇളയത്. എന്ന് മാത്രമല്ല, കാളിദാസന്റെ ഒറ്റ മേഘസന്ദേശവുമായ കഥയെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റാണ്. കാളിദാസന്റെ സന്ദേശഹരനായി മാറുന്ന ഒറ്റമേഘം, പുഷ്കലാവർത്തകം എന്ന് പറയുന്ന ഒറ്റമേഘം പ്രളയമേഘമാണ്. ഒരൊറ്റ പേത്തിൽ ലോകത്തെ മുക്കിക്കളയാൻ പ്രാപ്തിയുള്ള പ്രളയമേഘമാണ്. ആ മേഘത്തിന്റെ സൂചനകൾ തിരിച്ചറിയുന്ന ഒരാൾ, അതിലൂടെ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നത് ഇവിടെയാണെന്നും അതിന്റെ രഹസ്യം അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒരാൾ. ഇങ്ങനെയുള്ള നീൽ ഇളയത് സാധാരണക്കാരനായ, സാധാരണക്കാരൻ എന്നുള്ള ഞാൻ ആ സോക്കോൾഡ് അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണത്വമുള്ള ഒരു മനുഷ്യനല്ല. അതിനപ്പുറത്ത് അസാധാരണത്വമുള്ള ഒരു സവിശേഷമായ DNA ഉള്ള കഥാപാത്രമാണ് നീൽ ഇളയത്. ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട് ഈ കഥാലോകത്ത്. ഇപ്പോൾ CB ക്ലൗഡിന്റെ പുഷ്കരാവർത്തകത്തിന്റെ ആരാധകനായ, അല്ലെങ്കിൽ പുഷ്കരാവർത്തകത്തിന്റെ പോലുള്ള നിരവധി മേഘങ്ങളുടെ ആരാധകനായ നീൽ ഇളയതിൽ നിന്ന് നമ്മൾ ബഷീർ എഴുത്ത് എന്ന കഥയിലേക്ക് വരുമ്പോൾ, ബഷീർ എഴുത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് സാധാരണക്കാരെന്ന് തോന്നുന്ന, സാധാരണ ജീവിതം നയിക്കുന്നവരെന്ന് തോന്നുന്ന റുബീനയും സൈജുവും, റുബീനക്കട്ടയും സൈജുവിലെയും എന്നാണ് മാഷ് ഒരു ഘട്ടത്തിൽ എഴുതുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ സാധാരണമായ ഒരു സ്ത്രീ പുരുഷ ബന്ധമല്ല അവർക്കിടയിൽ കഥാകാരൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് അത് അസാധാരണമായ ഒരു സഹജീവനമാണ്. കോവിഡിന്റെ അല്ലെങ്കിൽ കൊറോണയുടെ ഒരു പശ്ചാത്തലം മാത്രമല്ല അവരുടെ സഹജീവനത്തെ നിർണ്ണയിക്കുന്നത്. മറിച്ച് അതിനപ്പുറത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നമുക്ക് പലപ്പോഴും മലയാളിയുടെ സദാചാര ബോധ്യങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സവിശേഷമായ ഇടങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള സഹജീവനമാണ് റുബീനയുടെയും സൈജുവിൻ്റെതും, റുബീനക്കട്ടയും സൈജുവിലെയും. അവിടെ ഈ കരിയിലെയും മണ്ണാങ്കട്ടയും കാശിക്ക് പോയി എന്നുള്ള നമ്മളുടെ പ്രയോഗത്തെ വളരെ സമർത്ഥമായി മാഷ് ആ ഒരു അസാധാരണമായ ഇവരുടെ ഒരു ജീവിത ബന്ധത്തെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളായ 2 സ്ത്രീ പുരുഷന്മാരാണ് റുബീനയും സൈജുവും. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളായ, കുടുംബത്തിന്റെ വ്യാകരണങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന മലയാളിയുടെ സദാചാര സങ്കല്പത്തിന് അല്ലെങ്കിൽ മലയാളിയുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹജീവനത്തിന്റെ ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ റുബീനയും സൈജുവും. കാശിയാത്രയെ, മണ്ണാങ്കട്ടയുടെയും കരിയിലുടെയും കാശിയാത്ര അവിടെ ഒരു പ്രണയയാത്രയായി മാഷ് അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്രണയയാത്രയെ ഉടച്ചു കളയാൻ ശ്രമിക്കുന്ന വ്യവസ്ഥയുടെ കാറ്റും മഴയും റുബീനയും സൈജുവും അതിജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. കാറ്റു വരുമ്പോൾ കരിയിലയ്ക്ക് മുകളിൽ മണ്ണാങ്കട്ടയും
മഴ വരുമ്പോൾ മണ്ണാങ്കട്ടയ്ക്ക് മുകളിൽ കരിയിലയും കയറിയിരുന്ന് അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കാറ്റും മഴയും വന്ന് രണ്ടിനെയും ഒലിപ്പിച്ചും തെറിപ്പിച്ചും കളയുന്ന നമ്മുടെ കഥയ്ക്ക് ബദലായി ആ രണ്ടും അങ്ങനെ ഒരു ഇല്ലാതാകൽ, ആ പ്രണയയാത്രയുടെ അവസാനത്തെ സങ്കല്പിക്കാതെ അതിന് ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിൽ സൈജുവിന്റെയും റുബീനയുടെയും രണ്ടുപേരുടെയും ജീവിതത്തെ തീർത്തും അസാധാരണമായ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മാതൃകയായിട്ടാണ് മാഷ് അവതരിപ്പിക്കുന്നത്. അവിടെ ഈ പറയുന്ന അസാധാരണത്വം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സവിശേഷരായ മനുഷ്യർ എന്നുള്ള സങ്കല്പം, അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അസാധാരണത്വമുള്ള മനുഷ്യ ജീവിതങ്ങൾ എന്നുള്ള ആ ഒരു ബഷീർ എഴുത്തിനും തുടരുന്നത് കാണാം. ഇത് ഒറ്റച്ചക്കിലിയിൽ എത്തുമ്പോൾ ഈ അസാധാരണത്വങ്ങളുടെ സമന്വയമാണ് രവീന്ദ്രൻ നായർ, രവിയേട്ടനിൽ നമുക്ക് കാണാൻ കഴിയുക. രവീന്ദ്രനാഥൻ നായരിൽ രണ്ട് അസാധാരണത്വങ്ങളുടെ സമന്വയമുണ്ട്. ഒന്ന് അയാൾ തന്നെയാണ്, മറ്റൊന്ന് ഒറ്റച്ചക്കിലിയൻ എന്ന പൊറാട്ട് വേഷം. രവീന്ദ്രനാഥൻ നായർ ആദ്യം എടുക്കുക. അയാൾ ലോക്കോ പൈലറ്റാണ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സിഗ്നലുകൾക്കിടയിൽ വനമേഖലയിലൂടെ ട്രെയിനിന്റെ ലൈറ്റ് അണച്ച് ട്രെയിൻ ഓടിക്കുമ്പോൾ ധ്യാനം അനുഭവിക്കുന്ന ഒരാളാണ്, ഒരു മെഡിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ആളാണ്. മേഘങ്ങൾക്ക് മുകളിലൂടെ പോകുമ്പോൾ മെഡിറ്റേഷൻ അനുഭവിക്കുന്ന നീലിളയതിന് സമാനം തന്നെയാണ് രണ്ട് സിഗ്നലുകൾക്കിടയിൽ ലൈറ്റ് അണച്ചുകൊണ്ട് വനമേഖലയിലൂടെ ട്രെയിൻ പായിക്കുന്ന രവീന്ദ്രനാഥൻ നായർ എന്ന ലോക്കോ പൈലറ്റ് അനുഭവിക്കുന്ന സവിശേഷമായ സ്വാസ്ഥ്യം എന്ന് പറയും. അതൊരിക്കലും സാധാരണമായ ഒന്നല്ല. അങ്ങനെയുള്ള രവീന്ദ്രനാഥൻ നായർ സ്വാംശീകരിക്കുന്നത്, ആവാഹിക്കുന്നത് ഒറ്റച്ചക്കിലിയൻ എന്ന പൊറാട്ടിനെയാണ്. ഈ പൊറാട്ടും സാധാരണമായ ഒന്നല്ല. മാഷ് തന്നെ കഥയിൽ പറയുന്നുണ്ട്, നിരവധിയായ പൊറാട്ടുകളിൽ സവിശേഷമായ ഒന്നാണ്, അസാധാരണമായ ഒന്നാണ് ഒറ്റച്ചക്കിലിയൻ പൊറാട്ട്. ഗർഭത്തിലിരുന്നു കൊണ്ട് തന്നെ സ്വപ്നം കാണുന്ന ആളാണ് ഒറ്റച്ചക്കിലിയൻ. അമ്മയുടെ ഗർഭാവസ്ഥയിലിരുന്ന് ആരാണ് എന്ന് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്ക് വളരുന്നവനാണ് ഒറ്റച്ചക്കിലിയൻ. എന്ന് മാത്രമല്ല, രസിപ്പിക്കുന്നവനല്ല, മറിച്ച് ചിന്തിപ്പിക്കുന്ന പൊറാട്ടാണ് ഒറ്റച്ചക്കിലിയൻ. അപ്പൊ ഈ രണ്ട് അസാധാരണത്വങ്ങളുടെ ഒറ്റച്ചക്കിലിയനെ കുറിച്ച് മാഷ് പറയുന്നൊരു ഭാഗം ഇതാണ്: ജാതിയിൽ അതിനീചനും തൊഴിൽ കൊണ്ട് ചെരുപ്പ് കുത്തിയും സംസ്കാരം കൊണ്ട് ചത്ത പശുവിനെ തിന്നുന്നവനുമാണെങ്കിലും ഇവൻ സാക്ഷാൽ പരമശിവന്റെ അവതാരവും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളുമെല്ലാം അരച്ചു കലക്കി കുടിച്ചവനുമാണെന്നാണ് കളിയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ജാതി കൊണ്ട് അതിനീചനും തൊഴിൽ കൊണ്ട് ചെരുപ്പ് കുത്തിയും സംസ്കാരം കൊണ്ട് ചത്ത പശുവിനെ തിന്നുന്നവനുമായ ഒറ്റച്ചക്കിലിയൻ തത്വങ്ങളുടെയും ഉപദേശങ്ങളുടെയും അപാരമായ ദർശനങ്ങളുടെയും കൂടി ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ മറ്റു പൊറാട്ടുകളിൽ നിന്ന് തികച്ചും അസാധാരണമായ ഒന്നായിട്ടാണ് ഒറ്റച്ചക്കിലിയൻ നിൽക്കുന്നത്. ഈ രണ്ട് അസാധാരണത്വങ്ങളുടെ സമന്വയമാണ് ഒറ്റച്ചക്കിലിയന്റെ വേഷമണിയുന്ന രാമനാഥൻ നായരിലൂടെ രവീന്ദ്രനാഥൻ നായരിലൂടെ രവിയേട്ടനിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മയക്കത്തിൽ നിന്ന് ഉണർത്തുന്നവനാണ് ഒറ്റച്ചക്കിലിയൻ പൊറാട്ട്. അപ്പൊ ഈ ലോക്കോ പൈലറ്റായ രവീന്ദ്രനാഥൻ നായർ ഒറ്റച്ചക്കിലിയൻ എന്ന് പറയുന്ന വേഷത്തിലേക്ക് സമന്വയിക്കുമ്പോൾ രണ്ട് അസാധാരണത്വങ്ങളുടെ സമന്വയത്തിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ആ കഥ അവതരിപ്പിക്കുന്നത്. ഒരുപാട് റൺ ഓവറുകൾ കണ്ട ഒരാളാണ്. റൺ ഓവറുകൾ എന്ന് പറഞ്ഞാൽ ഈ ലോക്കോ പൈലറ്റുമാർ അനുഭവിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ നിസ്സഹായതയോടെ അതിന് മുന്നിലൂടെ കടന്നു പോകുന്ന അതിന് സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റൺ ഓവർ. അങ്ങനെ റെയിൽ ട്രാക്കിൽ കെട്ടിപ്പുണർന്ന് കിടന്ന് സംഭോഗത്തിൽ ഏർപ്പെടുന്ന പ്രണയികളുടെ മുകളിലൂടെ തീവണ്ടി ഓടിച്ചു പോയിട്ടുള്ള ആളാണ് രവീന്ദ്രനാഥൻ നായർ. അതുകൊണ്ട് കാമസന്നദ്ധയായ ഭോഗസന്നദ്ധയായ സ്ത്രീയെ കാണുമ്പോൾ റെയിൽപാളത്തിൽ മലർന്നു കിടക്കുന്ന സ്ത്രീയായിട്ടാണ് അയാൾക്ക് എപ്പോഴും തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സവിശേഷമായ മാനസിക വ്യവഹാരങ്ങളുള്ള മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട് അറ്റുകിടക്കുന്ന സ്ത്രീയുടെ മുഖം കാണുമ്പോൾ നെറ്റിയിൽ തലോടാൻ തോന്നുമെന്നാണ്. ആ നെറ്റി സവിശേഷമായ ഒന്നായിട്ട് രവീന്ദ്രനാഥൻ നായർ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ അസാധാരണത്വമുള്ളൊരു മനുഷ്യന്റെയും ഒരു ദേവസങ്കല്പത്തിന്റെയും ഒരു മൂർത്തി സങ്കല്പത്തിന്റെയും സമന്വയം, രണ്ട് അസാധാരണത്വങ്ങളുടെ സമന്വയം കൊണ്ട് സവിശേഷമായ തലത്തിൽ നിൽക്കുന്ന കഥയാണ് ഒറ്റച്ചക്കിലിയൻ. ആദ്യത്തെ ആ ഒരു ഘടകം പറയുമ്പോൾ എല്ലാ കഥകളിലും അതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എല്ലാത്തിലൂടെയും കടന്നു പോവുകയാണ്. ഒരു ഘടകം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മായാണ്ടിയിലെത്തുമ്പോൾ ചെത്തുകാരനായ മായാണ്ടി, പക്ഷെ അയാൾ കള്ളു കുടിക്കാറില്ല, ചാരായം കുടിക്കാറില്ല. മായാണ്ടിയിലുമുണ്ട് ഒരു സാധാരണത്വത്തിൽ കവിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവം. എന്ന് മാത്രമല്ല, പാമ്പുകളുടെ കടിയേൽക്കാൻ വിധിക്കപ്പെട്ടവനാണ് മായാണ്ടി. 12 തവണ പാമ്പ് കടിയേൽക്കുന്നുണ്ട് മായാണ്ടിക്ക്, പലതരം പാമ്പുകളുടെ കടി. പലയിടങ്ങളിൽ വെച്ച് മായാണ്ടി പാമ്പിനെ കാണുന്നുണ്ട്. 13ാമത്തെ കടിയിലാണ് കഥ അവസാനിക്കുന്നത്. അപ്പോ പന കയറുന്ന, ചെത്തുന്ന, കള്ളു കുടിക്കാത്ത, ചാരായം കുടിക്കാത്ത മായാണ്ടി, പാമ്പിനാൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന മായാണ്ടി, എന്നാൽ ആ പാമ്പുകളെ സ്നേഹിക്കുന്ന, പാമ്പിന് നെറിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മായാണ്ടി, മനുഷ്യനേക്കാൾ നെറിയുള്ളത് പാമ്പിനാണ് എന്ന് വിശ്വസിക്കുന്ന മായാണ്ടി. ആ മായാണ്ടി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ
സാധാരണമായ നമ്മൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു മാധ്യമ പ്രവർത്തകന് പരിചയപ്പെടുത്തുമ്പോൾ, അണ്ടിയപ്പ എന്ന് വിളിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നാം മനസ്സിൽ കാണുന്ന മായാണ്ടി എന്ന കഥാപാത്രമായിട്ടല്ല പിന്നെ കഥയിൽ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, പാമ്പ് കടിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത്, പാമ്പ് കടിക്കുമ്പോൾ തന്റെ ഏറ്റുകത്തിയെടുത്ത് ചോര തെറിപ്പിച്ചുകൊണ്ട് മാംസം ഛേദിച്ച് കളഞ്ഞ് ആ വിഷത്തെ തടഞ്ഞു നിർത്തി പിന്നീട് ആരുടെയൊക്കെയോ ആശ്വാസത്തിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നവനാണ് മായാണ്ടി. അങ്ങനെ മായാണ്ടി എന്ന തികച്ചും സാധാരണമെന്ന് നാം തോന്നുന്ന ഒരു പാത്ര സൃഷ്ടിയെ അതിന് അസാധാരണത്വത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഇത് ബാലസാഹിത്യത്തിലേക്ക് വരുമ്പോൾ 100 നോവലുകൾ എഴുതിയ എഴുത്തുകാരനിലേക്ക്, പൈങ്കിളിയും പോണും കലർത്തുന്ന എഴുത്തുകാരനിലേക്ക് ഈ അസാധാരണത്വം കൂടുമാറുന്നത് കാണാൻ കഴിയും. അവിടെ പൈങ്കിളി സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ പോൺ ലിറ്ററേച്ചറിന്റെ സ്വഭാവമുള്ള 100 നോവലുകൾ എഴുതുന്ന, മണിക്കൂറുകളോളം തന്റെ കെട്ടിരിപ്പുകാരനായ എഴുത്തുകാരന് നോവലുകൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞു കൊടുക്കുന്ന എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ എഴുത്തിനെ സംബന്ധിക്കുന്ന, എഴുത്തുകാരെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളിൽ എവിടെയും നിൽക്കാത്ത ഒരു ഇമേജാണ്. എഴുത്തുകാരെ സംബന്ധിക്കുന്ന നമ്മൾ ഒരു സങ്കല്പത്തിൽ നിൽക്കാത്തൊരു ഇമേജാണ്. അവിടെ ഒരു ട്രൗസർ മാത്രം വന്നിട്ട് ഇട്ടിരുന്ന് എഴുതാൻ നിൽക്കുന്ന കൗമാരക്കാരൻ എഴുത്തിനിടയിൽ അയാളുടെ ലൈംഗിക ചോദനകൾ ഉണർന്നു പോകുന്ന തരത്തിൽ ഉള്ള കണ്ടന്റാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ 100-ലധികം നോവലുകൾ എഴുതിയ ആ എഴുത്തുകാരൻ മലയാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ വായനാപരിചയത്തിന്റെ വായനയുടെ പരിചിതമായ ലോകത്ത് എവിടെയും നാം കാണാത്ത അസാധാരണത്വമുള്ള എഴുത്തുകാരനാണ്. ഒറ്റപ്പുറ അടുക്കള വീട്ടിലെ കേന്ദ്ര കഥാപാത്രമായ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ, അവരും അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ആ കഥയിൽ അത്തരം അസാധാരണത്വം ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ ഭർത്താവ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകാന്തതയെ കുടഞ്ഞെറിഞ്ഞ് മറ്റൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അവരിൽ, അതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ആ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അത് വാങ്ങാൻ വരുന്ന 73 വയസ്സുകാരനായ വൃദ്ധനിൽ തന്നെ ആദ്യമായി പരിഗണിക്കുന്ന ഒരു പുരുഷനോടുള്ള ഒരു 16 വയസ്സുകാരിയായ ഫ്രോക്കിട്ടൊരു പെൺകുട്ടിയുടെ ചോദനകൾ ഉണരുന്നുണ്ട് അവളിൽ. ഈ ഏത് പ്രായത്തിലാണ് എന്ന് ഓർക്കണം. അങ്ങനെ ഒരു അസാധാരണത്വം ആ ക്യാരക്ടറൈസേഷനിലും ഉണ്ട്. അവസാനത്തെ കഥയായ ഞാനെണ്ണ മണ്ണെണ്ണ തീപ്പെട്ടിക്കോലിലെത്തുമ്പോൾ ഉറക്കമില്ലാത്തവനായ ആദർശ്, ഉറങ്ങാത്തതിന്റെ കാരണങ്ങളിലേക്ക് കഥ അവസാനം വരുന്നത്. ഞാൻ ആ കാര്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഈ ആദർശിന് ഉറങ്ങാൻ കഴിയില്ല. അതിന് കാരണമുണ്ട്, അയാളുടെ ബാല്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷേ ഉറങ്ങാൻ കഴിയില്ല. പാതിരാത്രിയിൽ അഗാധമായ ഉറക്കത്തിലേക്ക് വന്നു വീഴുമ്പോൾ ഞെട്ടി ഉണർന്നു പോകുന്ന, തനിക്ക് തന്റെ പരിസരത്തെ മുഴുവൻ വിളിച്ചുണർത്തുന്ന വിധത്തിൽ കാറി വിളിച്ചുണർന്നു പോകുന്ന ആദർശിന് ഉറങ്ങാൻ കഴിയുന്നില്ല. ആദ്യ രാത്രിയിൽ അയാൾ ഞെട്ടി ഉണരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൂട്ടുകിടക്കുമ്പോൾ അയാൾ ഞെട്ടി ഉണരുന്നുണ്ട്. ഉറക്കം ആണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. പാതിയിൽ വായിച്ച പുസ്തകങ്ങൾ, പാതിയിൽ എഴുതി നിർത്തിയ രചനകൾ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട, പാതി ഉറക്കം പോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വായനയും എഴുത്തുമൊക്കെയുള്ളൊരു മനുഷ്യൻ. എന്തൊരു അസാധാരണമായ പാത്രസൃഷ്ടിയാണ്. ഇങ്ങനെ നമുക്ക് ഇത് യാതനാ ശരീരത്തിൽ അൻപിലും ഇത് കാണാം. ഗരുഡപുരാണം കിടക്കടിയിൽ വെച്ച് ഉറങ്ങുന്ന അൻപിൽ ഇതുണ്ട്. ഒറ്റയെങ്കിലും ഇരട്ടയായ ജോമോനിലും ഇതുണ്ട്. ഒറ്റയെങ്കിലും ഇരട്ടയായ ഒരാൾ, എന്നാൽ ഇരട്ടയെങ്കിലും ഒറ്റയായി പോകുന്ന ഒരാൾ. ഇങ്ങനെ അസാധാരണത്വത്തിന്റെ, നമുക്ക് ഇതിനെ ഏതു നിലയിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വ്യക്തിയുടെ നിഴൽ രൂപങ്ങളായോ ഭയമായോ ആഗ്രഹമായോ ഒബ്സഷനുകളായോ ഇവരിലെല്ലാം ഇവരുടെ വ്യവഹാരങ്ങളിൽ, ചിലരുടെ വ്യവഹാരങ്ങളിലാണ്, ചിലരുടെ മാനസിക ലോകങ്ങളിലാണ്, ചിലർക്ക് സവിശേഷമായ ചില ഒബ്സഷൻസ് എന്ന് നമ്മൾ പറയുന്ന ഘടകങ്ങളുണ്ട്. ചിലർ ദുരന്തം പേറുന്നവരാണ്. ഇങ്ങനെ ഏതു നിലയിൽ വേണമെങ്കിലും വ്യക്തിത്വത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, വ്യക്തിയുടെ മനോനിലകളെ വിവിധ രീതിയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന 9 കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ 9 കഥകളിലുണ്ട്. അസാധാരണത്വമുള്ള മനുഷ്യർ. ആ ഓരോരുത്തരുടെയും അസാധാരണത്വം വൈവിധ്യം നിറഞ്ഞതാണ്. ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ ഒരുപക്ഷെ 9 കഥകളിൽ ഇത്തരത്തിൽ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അതിൽ കടന്നു വരുന്ന സമാനതകളേ ഇല്ലാത്ത, വ്യത്യസ്ത മാനസിക ലോകങ്ങൾ പേറുന്ന, വ്യത്യസ്ത വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന വ്യത്യസ്തരായ അസാധാരണത്വമുള്ള 9 കഥാപാത്രങ്ങളാണ് ഒരുപക്ഷെ ഈ കഥകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന്, അസാധാരണത്വം എന്ന വാക്കിൽ നിന്ന് അപരിചിതം, വിചിത്രം തുടങ്ങിയ വാക്കുകളിലേക്ക് അടുത്തൊരു ഘടകത്തെ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. അത് മാഷ്ടെ കഥകളിൽ, ഈ പറയുന്ന സമാഹാരത്തിൽ ക്ലൗഡ് മെസ്സഞ്ചറിലെ കഥകളിൽ ഉടനീളം കടന്നു വരുന്ന വിചിത്രമായ, അപരിചിതമായ, നമ്മൾ വായനക്കാരെ സംബന്ധിച്ച് വിചിത്രവും അപരിചിതവും എന്നൊക്കെ തോന്നാവുന്ന ഘടകങ്ങളാണ്, ലോകങ്ങളാണ്, അല്ലെങ്കിൽ വസ്തുതകളാണ്. ലോകങ്ങൾ എന്നല്ല എന്ന് പറയേണ്ടത്, വസ്തുതകളാണ്. അത് കഥയുടെ ഭാഷയെയും ആഖ്യാനത്തെയും നിർണയിക്കുന്നുണ്ട് എന്നുള്ളത്. ഓരോ കഥയും നമുക്ക് വ്യത്യസ്തമായി തോന്നുന്നതിന് പിന്നിൽ ഭാഷ കൊണ്ട് വലിയ വൈവിധ്യങ്ങളൊന്നും മാഷ് ഉണ്ടാക്കുന്നില്ല.
ഓരോ കഥയും മാറ്റിപ്പണിയാൻ വേണ്ടി വ്യത്യസ്തമായ ഭാഷയൊന്നും സ്വീകരിക്കുന്നില്ല. എല്ലാ കഥകൾക്കും മാസ്റ്റേതായൊരു ശൈലിയുണ്ട്. പക്ഷെ അതിനിടയിൽ ഈ ആഖ്യാനത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ആഖ്യാനവും ഭാഷയും വൈവിധ്യമുള്ളതായി നമ്മെ തോന്നിപ്പിക്കുന്ന, അനുഭവിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്ന് ഈ അപരിചിതമായ വിചിത്രമായ വസ്തുതകളുടെ ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് പുതിയ കാലത്ത് നമ്മുടെ നോവലുകളിലൊക്കെ നമുക്കറിയാം, ഡീറ്റെയിലിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ചെറുകഥകളിൽ ഒരുപക്ഷെ അത് അത്രത്തോളം പ്രധാനമല്ല. പക്ഷെ മാസ്റ്റർ ഈ കഥകളിൽ പലതിലും ഇത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് നൽകുന്ന സവിശേഷമായ അനുഭവമുണ്ട്. അതിൽ യാതനാ ശരീരത്തിലേക്ക് വന്നാൽ അവിടെ ഗരുഡ പുരാണം കാണാൻ കഴിയും. എല്ലാ കഥകളിലും ഉണ്ട് ഇങ്ങനെ ഒരു എലമെന്റ്. അത്തരം എലമെന്റുകളുടെ തികച്ചും സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് കഥ കടന്നുപോകും. ആ വിശദാംശങ്ങൾക്ക് കഥയുടെ ഇതിവൃത്തവുമായി കൃത്യമായൊരു ബന്ധമുണ്ടാവും. ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതിന് ആഖ്യാനവുമായും കൃത്യമായൊരു ബന്ധമുണ്ടാവും. അതായത് വെറുതെ ഒരു ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വൈവിധ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്ലേസ് ചെയ്തിരിക്കുന്നതല്ല അത്. ഗരുഡപുരാണത്തിൽ അൻപ് തന്റെ കിടക്കയിലടിയിൽ എപ്പോഴും വെച്ച് കിടന്നുറങ്ങുന്ന ഗരുഡപുരാണം 18 പുരാണങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവും ഗരുഡനും തമ്മിലുള്ള സംവാദമാണ്. ആ സംവാദം മരണാനന്തര ക്രിയകളിൽ വായിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ഹൈന്ദവ ആചാരങ്ങളിലെ മരണാനന്തര ക്രിയകളിൽ വായിക്കുന്ന ഒന്നാണ് ഗരുഡപുരാണം എന്ന്. ആ ഗരുഡപുരാണത്തിന്റെ ഡീറ്റെയിൽസ്, പരലോകത്തെ സംബന്ധിക്കുന്ന, യമലോകത്തെ ശിക്ഷയെ സംബന്ധിക്കുന്ന, അന്തിമവിധിയെ സംബന്ധിക്കുന്ന ഹൈന്ദവ മിഥോളജിയിലെ ഗരുഡപുരാണത്തിന്റെ ഡീറ്റെയിൽസ് ഈ അൻപിന്റെ കഥയിൽ വരുന്നുണ്ട്, യാതനാ ശരീരത്തിൽ വരുന്നുണ്ട്. അത് വെറുതെ അങ്ങ് വെക്കുകയല്ല, മറിച്ച് മരണഭയവുമായി നടക്കുന്ന ഒരു അൻപ് കൊല്ലപ്പെടുകയാണ്. മരണഭയവുമായി നടക്കുന്ന ഒരു മനുഷ്യന്റെ സന്തത സഹചാരിയായി നിൽക്കുന്നത് മരണാനന്തര ക്രിയകളിൽ വായിക്കുന്ന, മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പേറുന്ന ഒരു പുരാണമാണ് എന്നുള്ളത് ആ കഥയെ ബന്ധിപ്പിച്ചു നിർത്തുന്നതാണ്. എന്ന് മാത്രമല്ല, ആ കഥയുടെ ഓർമ്മകളിലേക്ക് ആ കഥ സഞ്ചരിക്കുന്ന പശ്ചാത്തലം തിരുനെല്ലിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയാണ് ഗരുഡപുരാണം അതിന്റെ ആഖ്യാനത്തിലും ഭാഷയിലും ഇടകലരുന്നത്. ഞാനതിലൊരു ഭാഗം വായിക്കാം. ഉറ്റവരാരെങ്കിലും നൽകുന്ന പിണ്ടം കൊണ്ട് യാതനാദേഹം വിട്ട് ആത്മാവിന് പിണ്ടദേഹം ലഭിക്കുമത്രേ. ഓരോ ദിവസവും നൽകുന്ന പിണ്ടം കൊണ്ട് ശിരസ്, കഴുത്ത്, ഹൃദയം, പൃഷ്ഠം, നാഭി, ഗുഹ്യം, തുട, മുട്ട്, പാദങ്ങൾ എന്നിങ്ങനെ 10-ാം ദിവസത്തെ പിണ്ടത്താൽ ലഭിച്ച വിശപ്പും ദാഹവും 11-ാം 12-ാം ദിവസത്തെ പിണ്ടം കൊണ്ട് അല്പം ശമിക്കുന്നു. എങ്കിലും യാതനകൾ തീരുന്നില്ല. യമസങ്കേതത്തിലേക്ക് പിണ്ടദേഹത്തെ കൊണ്ടുപോകുമ്പോൾ കടന്നുപോകേണ്ട മഹാഘോരമായ വൈതരണി എന്ന നദിയുണ്ട്. ചോരയും മലമൂത്രങ്ങളും ശുക്ലവും ഒഴുകുന്ന നദി. ഇറച്ചി കുത്തിപ്പടയ്ക്കുന്ന വലിയ കഴുകന്മാരും മുതലകളും ഭീകര ജലജീവികളും അതിലുണ്ട്. എങ്ങനെയെങ്കിലും അത് താണ്ടിയാൽ യമാലയത്തിലെത്തി. അവിടെ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ പരേതനുള്ള യഥാർത്ഥ ശിക്ഷ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. 4 ലക്ഷത്തോളം നരകങ്ങളിൽ 28 മഹാനരകങ്ങൾ. താമ്യസ്രം, രൗവം, കുംഭിഭാഗം, മണ്ഡകൂപം, വജ്രകണ്ഠകം, പയോധം, ക്ഷാരകമൃത്തം, ശൂലബോധ്രം, ശുചീമുഖം, അങ്ങനെ അവയോരോന്നിന്റെയും വിവരണങ്ങൾ വായിച്ച് കണ്ണുമഞ്ഞളിച്ച് ശ്വാസം കിട്ടാതെ ലൈബ്രറിയുടെ നാഴിയിൽ വീണിരിക്കണം എന്ന് പറയുന്ന നോക്കുക. ഗരുഡപുരാണത്തിലെ മരണാനന്തര ലോകവുമായി ബന്ധപ്പെട്ട ശിക്ഷകളുമായി ബന്ധപ്പെട്ട, അന്തിമ ശിക്ഷകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിംഗ് വിശദാംശങ്ങൾ കഥയിലേക്ക് കടന്നു വരികയാണ്. ഇത് ആഖ്യാനത്തിൽ ഉടനീളം മാഷ് പുലർത്തുന്ന സമീപനങ്ങളിൽ ഒന്നാണ്. ഇത് ഇവിടെ ഈ കഥയിൽ മാത്രമല്ല, ക്ലൗഡ് മെസ്സഞ്ചറിലും ഉണ്ട്. ക്ലൗഡ് മെസ്സഞ്ചറിൽ ഇത് സാങ്കേതികത്വമായിട്ടാണ് നിൽക്കുന്നത്. വിമാനം പറക്കലിന്റെ സാങ്കേതികത്വം, മേഘങ്ങളെ സംബന്ധിക്കുന്ന സാങ്കേതികമായ കാര്യങ്ങൾ, മേഘങ്ങളുടെ ജനിതകം അറിയുന്ന ആളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ, പലതരത്തിലുള്ള മേഘങ്ങൾ, പുഷ്കലാവർത്തകം എന്ന് വിളിക്കുന്ന CB ക്ലൗഡ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള മേഘങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ കഥയിൽ. അത് വളരെ കൃത്യമായി ആഖ്യാനത്തിൽ ഓരോ ഘട്ടത്തിലും പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ VOR സിഗ്നൽ സംവിധാനത്തെക്കുറിച്ച് അതങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നോക്കൂ, ചെമ്മരിയാറ്റും പറ്റും പോലെ അനങ്ങാതെ നിൽക്കുന്ന മേഘങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഏറ്റവും ഉയരത്തിലുള്ളവ. അതല്ലെങ്കിൽ നീണ്ട തലമുടി നാര് പോലെ പരന്ന അനന്തതയിൽ അലിഞ്ഞു ചേരുന്നവ. അതാണ് സീറോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റ് ആരോ വലിയൊരു ചൂലുകൊണ്ട് ആകാശമുറ്റം അടിച്ചു വാരിയതുപോലെ തോന്നും കണ്ടാൽ. മുറ്റത്ത് ഈർക്കിൽപ്പാടുകൾ കോറിയിട്ടതുപോലെ. സീറോ എന്ന ലാറ്റിൻ വാക്കിന് തലമുടി നാര് എന്നാണ് അർത്ഥം. അത്തരം മേഘങ്ങൾ 20,000 അടിക്ക് മേൽ ഉയരത്തിലാണ് കേട്ടോ. ഐസ് ക്രിസ്റ്റൽസ് ആണ് ആ കാണുന്നത്. അവിടുന്ന് തുടങ്ങി 6500 അടി വരെ ഉയരത്തിൽ കാണുന്നവ ഓൾട്ടോ സ്റ്റാറ്റസ് എന്നും ഓൾട്ടോ ക്യുമുലസ് എന്നും പേരുള്ളവ. ഇങ്ങനെ മേഘങ്ങളുടെ ഡീറ്റെയിൽസ്. അതേപോലെ പറക്കലിനെ കുറിച്ചുണ്ട്. അന്നേ എനിക്ക് മേഘങ്ങൾ ഹരമായിരുന്നു. യു സി
യു സി എന്ന് പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി ഔട്ട് ചെയ്തു, റൺവേ ലൈനപ്പ് ചെയ്തു, ത്രോട്ടിൽ ഓപ്പറേറ്റ് ചെയ്തു, സാമാന്യം എയർബോൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ട് വലുതും ചെറുതും വിധത്തിൽ പലതരത്തിലുള്ള മേഘങ്ങൾ മാത്രമാണ്. കോ പൈലറ്റ് ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിർത്തിയോ അറ്റമോ ഇല്ലാത്ത ആകാശത്തിൽ താന്തൂന്നികളായ മേഘക്കൂട്ടങ്ങളെ പോലെ അലയാം. ഇങ്ങനെ മേഘങ്ങളുടെ പറക്കലിൻ്റെ, വിമാനം പറപ്പിക്കുന്നതിൻ്റെ, അത് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ചിലത് അപരിചിതമായി തോന്നാം, ചിലത് വിചിത്രമായി തോന്നാം, അങ്ങനെയുള്ള ഘടകങ്ങളാണ് ഈ കഥകളിൽ ഉപയോഗിക്കുന്നത്. ഒട്ടുമേ പരിചിതമായ ഘടകങ്ങളല്ല, നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു ഘടകത്തിൻ്റെ വിശദാംശങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒറ്റച്ചക്കിലിയനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒറ്റച്ചക്കിലിയനെ കുറിച്ചുള്ള പുരാവൃത്തം വരുന്നുണ്ട്, അവതരണത്തിന്റെ വിശദാംശങ്ങൾ, പൊറാട്ട അവതരണത്തിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്, പൊറാട്ടൻ സംഭാഷണങ്ങൾ വരുന്നുണ്ട്, നന്ദനാർ പുരാണം വരുന്നുണ്ട്. ഇതൊക്കെ ഒറ്റച്ചക്കിലിയനിൽ വരുന്നുണ്ട്. ഒറ്റച്ചക്കിലിയന്റെ ആഖ്യാനത്തിൽ ഇതെല്ലാം ഉണ്ട്. ആ പുരാവൃത്തവും സംഭാഷണങ്ങളും അതേപോലെ അവതരണത്തിന്റെ വിശദാംശങ്ങളും നന്ദനാർ പുരാണവും ശിവഭക്തനായ നന്ദനാരെ കുറിച്ചുള്ള നന്ദനാർ പുരാണവും എല്ലാം കഥയുടെ ആഖ്യാനത്തിൽ അതിന്റെ ഭാഷയെയും ആഖ്യാനത്തെയും നിർണ്ണയിക്കുന്ന രീതിയിൽ ഇടകലരുന്നുണ്ട്. ഇത് നമ്മുടെ ഞാനെണ്ണ മണ്ണെണ്ണ തീപ്പെട്ടിക്കോളിലേക്ക് എത്തുമ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട ഈ സ്ലീപ്പ് ടെസ്റ്റിനെ കുറിച്ച്, സ്ലീപ്പ് ടെസ്റ്റ്, സ്ലീപ്പ് ആപ്നിയ, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി, ഇതൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ വെറുതെ ഇങ്ങനെ ഏച്ചുകെട്ടി വെച്ചിരിക്കുകയല്ല. മറിച്ച് ആദർശിന്റെ ഒരു ഉറക്കമില്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ അയാൾ തേടുന്ന ചികിത്സയുടെയൊക്കെ ഒരു തുടർച്ചയിൽ സംഭവിക്കുന്നതാണ്. അവിടെ ഈ സ്ലീപ്പ് ടെസ്റ്റ്, സ്ലീപ്പ് ആപ്നിസ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി ഒക്കെ വരുമ്പോൾ ഒരു സ്ഥലത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത്. ഉറക്കത്തിൽ സ്വാഭാവികതയ്ക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്നും സ്ഥിരം ഉപയോഗിക്കുന്ന തലയണ പോലും സ്ലീപ്പ് ടെസ്റ്റ് സമയത്ത് കൊണ്ടുവന്നിരുന്നു. കാൽവിരലുകൾ മുതൽ വയറ്റിലും നെഞ്ചിലും തലയിലും കവിളിലും ഒക്കെ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് മുറിയിൽ വളരെ നേരത്തെ സംഗീതം സെറ്റ് ചെയ്ത് AC ഓൺ ചെയ്ത് അവർ അടുത്ത മുറിയിലേക്ക് പോയി. ഉറക്കം നിരീക്ഷിക്കാൻ ക്യാമറയും മൈക്രോഫോണും ഉണ്ടായിരുന്നു. നമുക്ക് പരിചിതമേ അല്ലാത്ത ഒരു സന്ദർഭമാണ് സ്ലീപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബഷീർ എഴുത്തിലെത്തുമ്പോൾ, പുതിയ കാലത്തിൻ്റെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു കാലത്ത് ബഷീർ എഴുത്തിലെത്തുമ്പോൾ സന്തോഷ് തോട്ടിങ്ങലിൻ്റെ ഒരു മറുപടി, റുബീനയ്ക്കും സൈജുവിനും അയക്കുന്ന ഒരു മറുപടി പോലും കഥയിൽ ഒരു പാരഗ്രാഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുണ്ടാക്കുന്ന നിമിഷ പ്രൊഡക്ടിവിറ്റി ആപ്പാണ് അവരുണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ബഷീർ എഴുത്താണ്, കണ്ടന്റ് എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ആപ്പാണ്. അപ്പോൾ അവരുടെ ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ച്, അതുപോലെ ന്യൂറൽ നെറ്റ്വർക്ക് ഇൻപുട്ടിനെ കുറിച്ച്, RNNനെ കുറിച്ച്, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ ഞാൻ മാഷോട് പറയുന്നതിനപ്പുറത്ത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി. RNNനെ കുറിച്ച്, LSTMനെ കുറിച്ച് ഒക്കെയുള്ള പരാമർശങ്ങളുണ്ട്. സന്തോഷ് തോട്ടിങ്ങിൽ എഴുതുന്ന മറുപടി കഥയുടെ ഭാഗമാണ്. ഈ ആപ്ലിക്കേഷൻസ് ഇവർ കോവിഡ് സമയത്ത് ഇവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് സന്തോഷ് തോട്ടിങ്ങിൽ എഴുതുന്ന ഒരു മറുപടി ഉണ്ട്, ഇവർക്ക് അയച്ച മറുപടി എന്ന രീതിയിൽ. എല്ലാതരം ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങൾക്കും ആദ്യം വേണ്ടത് കൊട്ടക്കണക്കിന് ഡാറ്റയാണ്. ബഷീറിന്റെ കാര്യത്തിലാണെങ്കിൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളുടെ ഉള്ളടക്കം ടെക്സ്റ്റായി യൂണിക്കോഡ് സമാഹരിക്കും. അതാണ് ന്യൂറൽ നെറ്റ്വർക്കിംഗ് ഇൻപുട്ട്. ഇത് പഠിക്കാനുള്ള നെറ്റ്വർക്ക് സാധാരണയായി റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്കാണ്. റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് RNN, നിരവധി ലെയറുകളുള്ള ഈ നെറ്റ്വർക്കിൽ ഓരോ ലെയറും തമ്മിൽ നിരവധി കണക്ഷനുകൾ ഉണ്ടാവും. സംഭാഷണങ്ങൾ, വാചകങ്ങൾ, ഹാൻഡ് റൈറ്റിംഗ് തുടങ്ങിയവ പരസ്പര ബന്ധമുള്ള ഡാറ്റകൾ ശ്രേണികളെ പഠിക്കാൻ ഉപയോഗിക്കുന്നത് RNNന്റെ തന്നെ LSTM എന്ന തരം ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ്. ലോങ് ഷോർട്ട് ടേം മെമ്മറി, അതാണ് LSTM. അപ്പൊ ഇത് വളരെ കൃത്യമായി ചേർത്ത് വെച്ചിരിക്കുകയാണ്. റുബീനയുടെയും സൈജുവിൻ്റെയും ആ കൊറോണ കാലത്തെ അവരുടെ ആപ്ലിക്കേഷൻസിനെ രൂപപ്പെടുത്തുവാനുള്ള അവരുടെ അന്വേഷണങ്ങളിലേക്ക് കൃത്യമായി ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടെ ബഷീറിന്റെ രചനകളെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് ആ ഒരു കഥയിൽ മാഷ് വായിക്കുന്നു എന്നുള്ളതാണ്. ബഷീറിന്റെ ഭാഷയെ, ബഷീർ എഴുത്ത് എന്ന് ആപ്ലിക്കേഷൻ പേരിടുമ്പോൾ എന്തുകൊണ്ട് ബഷീർ, അങ്ങനെയാണെങ്കിൽ മാരാർ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൈജു പറയുന്ന മറുപടി, പുതിയ കാലത്തെ സംസ്കൃതവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഏറ്റവും വഴങ്ങുന്ന മലയാളം എന്നുള്ള ഒരു ക്ലാസിക്കൽ ശൈലിക്കൊക്കെ അപ്പുറം നമ്മുടെ ഭാഷയിൽ ഏത് തരത്തിലും ഭാഷയുടെ രൂപത്തെ വളയ്ക്കാൻ കഴിയുന്ന ഒന്ന് ബഷീറിന്റെ ഭാഷയിലുണ്ട്. അതുകൊണ്ടാണ് ബഷീർ എഴുത്ത് എന്ന് ഈ ആപ്പിന് പേരിടാം എന്നവർ തീരുമാനിക്കുന്നത്. കാരണം ബഷീറിന്റെ ഭാഷ അങ്ങനെയാണ്. അതിൽ കോമാളിത്തങ്ങളുണ്ട്, അതിൽ നിർമ്മിത ഭാഷയുണ്ട്. അപ്പോൾ അതെല്ലാം ചേരുന്നതാണ് ബഷീറിന്റെ ഭാഷ. അതുകൊണ്ടാണ് ബഷീർ എഴുത്ത് എന്ന് പേരിടാം എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ബഷീറിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഇപ്പോൾ എങ്ങനെയാണ് ക്ലൗഡ് മെസ്സഞ്ചറിൽ ചത്തവും ചാമരവും എന്ന കാളിദാസ പഠനം ശങ്കുനി നായരുടെ കടന്നു വരുന്നത്, അതുപോലെ NS മാധവന്റെ പഠനം കടന്നു വരുന്നുണ്ട്. NS മാധവന്റെ ബഷീർ ലിറ്ററേച്ചറിന് ബാഹ്യമായ ഘടകങ്ങൾ കൊണ്ട് ഉന്മാദം, യാത്ര, സന്യാസം, സൂഫിസം, അങ്ങനെ ജീവിച്ച ഒരാൾ കൂടിയാണെന്നുള്ള NS മാധവന്റെ ബഷീർ വിമർശനം കൂടി കടന്നു വരുന്നുണ്ട്.
ഇങ്ങനെ ബഷീറിനെ കുറിച്ചുള്ള വിമർശനം, ബഷീർ കൃതികളുടെ ഭാഷയുടെ ആഖ്യാനത്തിന്റെ സത്ത, ഇതെല്ലാം കൂടി ആ കഥയുടെ വിശദാംശങ്ങൾ, കഥയുടെ ഭാഗമായിട്ട് ഇത്തരം ഡീറ്റെയിലിംഗ് കൂടി കടന്നു വരുന്നുണ്ട്. ബഷീർ സാഹിത്യത്തിന്റെ, ബഷീർ വിമർശനത്തിന്റെ ഡീറ്റെയിലിംഗ്, ഒപ്പം പുതിയ കാലത്തെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഡീറ്റെയിലിംഗ് എല്ലാം കടന്നു വരും. ഇങ്ങനെ നോക്കിയാൽ മാഷ്ടെ ഈ ഭാഷയെയും ആഖ്യാനത്തെയും നിർണ്ണയിക്കുന്നതിൽ, ശ്രീവത്സ മാഷ്ടെ കഥകളിലെ, ക്ലൗഡ് മെസ്സഞ്ചറിലെ കഥകളുടെ ഭാഷയെയും ആഖ്യാനത്തെയും നിർണ്ണയിക്കുന്നതിൽ ഇത്തരം ചിരപരിചിതമല്ലാത്ത, അപരിചിതമായ, വിചിത്രമായ വസ്തുതകൾക്കും അല്ലെങ്കിൽ അവയുടെ വിശദീകരണങ്ങൾക്കും വിശദാംശങ്ങളുടെ ആവിഷ്കാരത്തിനും വലിയ പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ മറ്റൊരു ഘടകത്തിലേക്ക് കടന്നാൽ, 1-2 ഘടകങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ കഥാപാത്രങ്ങളിലൂടെ നടത്തുന്ന സവിശേഷമായ ചില നിരീക്ഷണങ്ങളും പ്രയോഗങ്ങളുമാണ്. ഈ നിരീക്ഷണങ്ങളും പ്രയോഗങ്ങളും യഥാർത്ഥത്തിൽ ഒട്ടനവധിയുണ്ട് ഈ കഥാസമാഹാരത്തിൽ. അത് പല നിലയിൽ വായിക്കാവുന്നവയാണ്. ഓരോന്നും ഏത് നിലയിലാണെന്ന് ഇങ്ങനെ ഞാൻ പട്ടികപ്പെടുത്തുന്നില്ല. അത് ചിലത് പൊളിറ്റിക്കലാണ്, പുതിയ കാലത്തിൻ്റെ ഭാവുകത്വത്തോട്, പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം, ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ ഭാവുകത്വമുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെന്ന് പറയുന്ന രാഷ്ട്രീയ ശരികളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളതാണ്. മറ്റു ചിലത് ചില സവിശേഷമായ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. മറ്റു ചിലത് ഭാഷ കൊണ്ടുള്ള ചില കേളികളാണ്. മറ്റു ചിലത് വൈകാരികതയോ നിസ്സംഗതയോ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നിലയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായോ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ആവിഷ്കാരമായോ വൈകാരികതയുടെ പ്രകടനമായോ വൈചിത്രത്തിൻ്റെ ആവിഷ്കാരമായോ ഭാഷാകേളിയായോ സവിശേഷമായ അനുഭവ വ്യവസ്ഥയായോ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന സവിശേഷമായ പ്രയോഗങ്ങളും നിരീക്ഷണങ്ങളും ഈ സമാഹാരത്തിൽ ഉടനീളമുണ്ട്. അത് ഈ സമാഹാരത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി നമുക്ക് കാണാവുന്നതാണ്. പ്രയോഗങ്ങൾ അത്തരത്തിൽ ഇത് ഞാൻ വേഗം ഇങ്ങനെ പറഞ്ഞു പോകാം. ബാലസാഹിത്യത്തിലെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ശരീരം കാണുന്ന സ്വപ്നമാണ് കാമം. ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും കഥയിൽ എവിടെയും വിശദീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ആ കഥ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആ കഥയുടെ കണ്ടന്റ് അതിലുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് ആ സന്ദർഭങ്ങളുടെ അനുഭവം അതിലുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് ആ സന്ദർഭങ്ങളുടെ വിശദീകരണം അതിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്ത് ഒരു വിശദീകരണത്തിലേക്കും കഥാകൃത്തായ മാഷ് കടന്നു പോകുന്നില്ല. ശരീരം കാണുന്ന സ്വപ്നമാണ് കാമം എന്നുള്ളത് എത്രമേൽ ഗംഭീരമായൊരു വാക്യമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, കണ്ണിനേക്കാൾ ശക്തമായ, ഞാൻ ഓരോ കഥയും ഏതാണെന്ന് പറയുന്നില്ല, നിങ്ങൾ വായിച്ചവർക്കറിയാം, കണ്ണിനേക്കാൾ ശക്തമായ ഇന്ദ്രിയമാണ് ത്വക്ക്, അതിൻ്റെ ഭാഷയ്ക്ക് വിചിത്രമായ വ്യാകരണമാണ്. കണ്ണിനേക്കാൾ ശക്തമായ ഇന്ദ്രിയമാണ് ത്വക്ക്, അതിൻ്റെ ഭാഷയ്ക്ക് വിചിത്രമായ വ്യാകരണമാണ്. മറ്റൊരിടത്ത് ഈ ക്ലൗഡ് മെസ്സഞ്ചറിലാണ് ഒരു റൊമാൻറ്റിക്കിനെ മരണത്തിന്റെ അതിശൈത്യം അനുഭവിച്ചറിയണം. നോക്കൂ, ഇടപ്പള്ളിയിലേക്കും രമണനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സെന്റൻസ് ആണ്, ഒരു വാചകമാണ്. ഒരു റൊമാൻറ്റിക്കിനെ മരണത്തിന്റെ അതിശൈത്യം അനുഭവിച്ചറിയാനാവൂ എന്ന് പറയും. കാരണം ഈ ക്ലൗഡ് മെസ്സഞ്ചർ, ഈ മേഘദൂത് എന്ന് സിയാച്ചിനിൽ ഓപ്പറേഷൻ പേരിട്ടത് ഇയാളാണ് എന്ന് പറയുന്ന സമയത്ത് അയാളുടെ വർത്തമാനത്തിൽ കടന്നു വരുന്ന ഒന്നാണ് നീലിന്റെ. കാട്ടിലെ മഴയ്ക്ക് കാഴ്ചയേക്കാൾ ശബ്ദബഹളമാണ് എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അനുഭവങ്ങളുടെ തലത്തിൽ നിൽക്കുന്നതാണ്. കാട്ടിലെ മഴയ്ക്ക് കാഴ്ചയേക്കാൾ ശബ്ദബഹളമാണ് എന്നൊരിടത്ത് എഴുതുന്നു. ഏറ്റവും ഗംഭീരമായ ഒന്ന് ഈ ബഷീർ എഴുത്തിലെ മണ്ണാങ്കട്ടയും കരിയിലയും തമ്മിലുള്ള ആ ഒരു യാത്രയുടെ സങ്കല്പത്തെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്രണയയാത്രയായി അവതരിപ്പിക്കുകയും ആ പ്രണയയാത്രയെ തകർത്ത് കളയുന്ന വ്യവസ്ഥയുടെ കാറ്റിനെയും മഴയെയും അവിടെ നിർത്തിക്കൊണ്ട് ആ യാത്ര തുടരുന്നതായി അവതരിപ്പിക്കുകയും ചെയ്തിടത്ത് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും പൊസിഷനിങ്ങിൽ സെക്ഷൽ പൊസിഷനിങ് ആണ് എന്ന് മാഷ് പറയുന്നുണ്ട്. സെക്ഷൽ പൊസിഷനിങ് ആണ് കാറ്റത്തും മഴയത്തും മാറി മാറി വരുന്നത്. ആ സെന്റൻസ് എങ്ങനെയാണ്? മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും സെക്ഷൽ പൊസിഷനിങ് ആണ് കാറ്റത്തും മഴയത്തും മാറി മാറി വരുന്നത് എന്നാണ്. കരിയിലയ്ക്ക് മുകളിൽ മണ്ണാങ്കട്ടയും മണ്ണാങ്കട്ടയ്ക്ക് മുകളിൽ കരിയിലയും ഇരിക്കുന്ന വളരെ നാടോടിയായൊരു അവരുടെ ഫോക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇമേജിനെ എടുത്തിട്ട് അത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൊരു സവിശേഷമായൊരു പ്രണയയാത്രയായി അവതരിപ്പിക്കുന്ന സമയത്ത് അത്ര ഗംഭീരമായിട്ടാണ് മാഷ് എഴുതുന്നത്. അത് സെക്ഷൽ പൊസിഷനിങ്ങിൻ്റെ മാറ്റമാണ്. ഇത് ഇത്തരത്തിലുള്ള സവിശേഷമായ പ്രയോഗങ്ങളാണ്. പിന്നെ ഭാഷയുടെ കേളികൾ, ഭാഷാശാസ്ത്രം മാഷയുടെ ഒരു മേഖല കൂടിയാണല്ലോ. നിങ്ങൾക്കിടയിൽ അപസ്വരങ്ങൾ ബ്രാക്കറ്റ് ഇല്ലാതാകാൻ ഇതാ പല വ്യഞ്ജനങ്ങൾ എന്ന് ബഷീർ എഴുത്തിൽ പറയും. നിങ്ങൾക്കിടയിൽ അപസ്വരങ്ങൾ ഇല്ലാതാകാൻ ഇതാ പല വ്യഞ്ജനങ്ങൾ. ആ വ്യഞ്ജനങ്ങളും സ്വരങ്ങളും സിംഗിൾ വേട്ടർ കൊമൈൻ. അതേപോലെ സ്ത്രീകളുടെ ലൈംഗികാവയവം കണ്ണുകളാണ് എന്നൊരു കഥയിൽ പറയുന്നുണ്ട്. ഈ നെറ്റിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞു. ഇത് സ്ത്രീകളുടെ ലൈംഗികാവയവം കണ്ണുകളാണ് എന്ന ഒരു നിരീക്ഷണം ഒരു കഥാപാത്രം നടത്തുന്നുണ്ട്. മായാണ്ടിയിൽ രസകരമായൊരു
ഭാഗമുണ്ട്. മായാണ്ടിയെ പള്ളൂരിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മാധ്യമപ്രവർത്തകൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആണ്ടിയപ്പ എന്നാണ് മായാണ്ടിയെ വിളിക്കുന്നത്. അപ്പോൾ ഇയാളെ വിളിച്ചു മാധ്യമപ്രവർത്തകന്റെ അടുത്ത് ഇരുത്തിയിട്ട് പോയി കഴിയുമ്പോൾ മായാണ്ടി മാധ്യമപ്രവർത്തകനോട് ചോദിക്കും, സഖാവ് വിളിച്ചത് ശ്രദ്ധിച്ചോ? സഖാവ് എന്നല്ല, കൊളോക്കിയൽ ലാംഗ്വേജിലാണ്, വിളിച്ചത് ശ്രദ്ധിച്ചോ? ആണ്ടിയപ്പ എന്നാണ് വിളിച്ചത്. എന്താ മായാണ്ടി എന്ന് വിളിക്കാത്തത്? മായ ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ അവളുടെ പാർട്ടി കഴിഞ്ഞു. അത് അങ്ങനെയല്ല സെന്റൻസ്. മായ അത്ര പത്യല്ല, അത് താമസിച്ചാൽ തീർന്നില്ലേ പാർട്ടിക്കാരന്റെ ഗുമ്മ. അപ്പൊ അത് ഇങ്ങനെയുള്ള അവിടെ നമുക്ക് അതിനൊരു പൊളിറ്റിക്സ് വേറെ ഒന്നും പറയേണ്ടതില്ല. അവിടെ ഉണ്ടത് 1947 ഓഗസ്റ്റ് 14 രാത്രി ഇരട്ടപെറ്റ 2 രാജ്യങ്ങൾ എന്നാണ് ഒറ്റയും ഇന്ത്യയും പാകിസ്ഥാനെയും കുറിച്ച് പറയും. ഇരട്ടപെറ്റ 2 രാജ്യങ്ങൾ. ഞാനപ്പോൾ ആലോചിച്ചു പോയി, ഞാൻ എന്തുകൊണ്ട് ഇത് ചിന്തിച്ചില്ല ഇത്ര കാലമായിട്ട്. ഇരട്ടപെറ്റ 2 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിഭജിക്കപ്പെടുമ്പോൾ പോലും സാഹോദര്യം ഒരിക്കലും മാറാൻ പറ്റാത്ത വിധം ഇന്ത്യക്കും പാകിസ്ഥാനിനും ഇടയിലുണ്ട്. നമ്മൾ വിഭജിക്കപ്പെട്ട 2 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നത്, ആ കഥാപാത്രം പറയുന്നത് ഇരട്ടപെറ്റ 2 രാജ്യങ്ങൾ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ആ കഥയുമായി ബന്ധപ്പെടുത്തി തന്നെ. കൂർക്കം വലിയെക്കുറിച്ച് രസകരമായ ഒരു സംഗതിയുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് ഉത്തരം നൽകുന്നത് പോലെയാണ് ട്രെയിനിലെ കൂർക്കം വലി. അതൊരു അശ്ലീല സതിരാണ് എന്ന് എഴുതുന്നുണ്ട്. അമ്മയെക്കുറിച്ച് ഈ ഒറ്റയടുക്കള ഫ്ലാറ്റില് ഈ 73കാരൻ ഒന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ ഇവർ ചെറുതായിട്ടൊന്ന് അയാൾ അമ്മയെക്കുറിച്ചുള്ള അയാളുടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. മക്കളെ പ്രസവിച്ച് വളർത്തിയല്ല ഒരുവൾ അമ്മയാകുന്നത്, അത് ജീവിതത്തോടുള്ള ഒരു നിലപാടാണ്. മാതൃത്വം എന്നുള്ളത് മക്കളെ പ്രസവിച്ച് വളർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല, അത് ജീവിതത്തോടുള്ള ഒരു നിലപാടാണ് എന്നത്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഈ സമാഹാരത്തിൽ ഉടനീളം ഒരുപാടുണ്ട്. ഇനിയും ഉടനീളം ഇത്തരം സവിശേഷമായ പ്രയോഗങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടോ വികാരങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സ്വഭാവമുള്ള വിശകലനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒട്ടുമേ വാചാലമല്ലാതെ തികച്ചും ധ്വന്യാത്മകമായി ഒരു പരിധി ഒരു ഒന്നുകൂടി അപ്പുറത്തേക്ക് പറഞ്ഞാൽ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ധ്വനി സാധ്യതകൾ അപാരമാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ 3 ഘടകങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ഘടകം ഈ ആഖ്യാനത്തിൽ, നേരത്തെ ഭാഷയും ആഖ്യാനത്തിലും എങ്ങനെയാണ് മറ്റു വസ്തുതകൾ സ്വാധീനം ചെലുത്തുന്നതെന്ന് പറഞ്ഞു. ഈ 9 കഥകളുടെയും ആഖ്യാനം എടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷത്തിലും മാഷ് പുലർത്തുന്ന ഒരു സമാന ഘടനയുണ്ട്. ആഖ്യാനത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. കാരണം ആഖ്യാനത്തിന് പുതിയ കാലത്ത് കഥാകൃത്തുക്കൾ പലരും സ്വീകരിക്കുന്ന കുതന്ത്രങ്ങളിലേക്കോ ആഖ്യാനത്തിൻ്റെ കെട്ടുപിണഞ്ഞുള്ള പരീക്ഷണങ്ങളിലേക്കോ വായനക്കാരെ വിഷമിപ്പിക്കുന്ന ദശാസന്ധികളിലേക്കോ ഒന്നും മാഷുടെ കഥ കടന്നു പോകുന്നില്ല. അതിനപ്പുറത്ത് ആഖ്യാനത്തിൻ്റെ ഒരു ഘടന മാഷ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ക്ലൗഡ് മെസ്സഞ്ചറിലെ കഥകൾക്ക്. അത് 3 ഘട്ടങ്ങളുണ്ട്, 3 തലങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഓർമ്മകളിലേക്ക് മനസ്സിനെ സജ്ജമാക്കുന്ന, ഓർമ്മകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പറയാനുള്ള സംഭവങ്ങളിലേക്കോ വായനക്കാരുടെ മനസ്സിനെ സന്നദ്ധമാക്കുന്ന ഒരു അന്തരീക്ഷത്തെ ആദ്യം രൂപപ്പെടുത്തുക എന്ന്. ഇത് പറഞ്ഞ ശേഷം ഞാനത് കഥകൾ വെച്ച് പറയാം. അധികവും ഓർമ്മകളിലേക്കാണ്, ചിലപ്പോൾ ചില സംഭവങ്ങളിലേക്ക് വായനക്കാരെ സജ്ജമാക്കുന്ന ഒരു അന്തരീക്ഷം ആദ്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത ഘട്ടമായി ആ ഓർമ്മകളോ സംഭവങ്ങളോ നമ്മുടെ മുന്നിലേക്ക് വരും. ഏറ്റവും അവസാനത്തിൽ അപ്രതീക്ഷിതമോ പ്രതീക്ഷിതമോ ആയ ഒരവസാനത്തിലേക്ക് അത് ചേർത്ത് വെക്കപ്പെടും. അത് നമ്മൾ പുതിയ കാലത്ത് പറയുന്ന പോലെ വലിയ ട്വിസ്റ്റോ അല്ലെങ്കിൽ അപാരമായ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ സംഗതികളൊന്നുമല്ല. ചിലപ്പോൾ നേരിയ രീതിയിൽ അപ്രതീക്ഷിതമായ, ചിലപ്പോൾ പ്രതീക്ഷിതം തന്നെയായ ഒരു അവസാനത്തിലേക്ക് അത് ചേർത്ത് വെക്കപ്പെടും. ഇങ്ങനെ ഒരു സംഭവത്തിലേക്കോ ഓർമ്മയിലേക്കോ നയിക്കുന്ന ഒരു അന്തരീക്ഷത്തെ ബിൽഡ് ചെയ്യുകയും അതിൽ നിന്ന് ആ സംഭവത്തെയും അല്ലെങ്കിൽ ഓർമ്മകളെയോ സംഭവങ്ങളെയോ ഉദ്വേഗജനകമായി അവതരിപ്പിക്കുകയും അതിനെ ഒടുവിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആഖ്യാന പദ്ധതിയാണ് ഈ അത് നോൺ ലീനിയർ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ആ നോൺ ലീനിയറിൻ്റെ ഒപ്പം തന്നെ ലീനിയർ കൂടിയാണത്. രണ്ടും തമ്മിൽ ഇടകലരുന്ന ഒരു ആഖ്യാന പദ്ധതിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നോക്കുക, ക്ലൗഡ് മെസ്സഞ്ചറിലും മുനിയാണ്ടിയിലും അഭിമുഖമാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ക്ലൗഡ് മെസ്സഞ്ചറിൽ തോബിയാസ് വന്ന് ചരിത്രമിനിലൂടെ എന്ന പരിപാടിക്ക് വേണ്ടി നീൽ ഇളയതിനെ അഭിമുഖം നടത്തുക. മുനിയാണ്ടിയിൽ മാധ്യമപ്രവർത്തകൻ മുനിയാണ്ടിയെ കണ്ട് അഭിമുഖം. ഏതാ സോറി മുനിയാണ്ടി അല്ല, മായാണ്ടിയെ അഭിമുഖം നടത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ മായാണ്ടി എന്നല്ലോ. ഓക്കെ, മായാണ്ടിയെ അഭിമുഖം നടത്തുകയാണ്. അപ്പൊ ഈ അഭിമുഖങ്ങൾക്കിടയിൽ അഭിമുഖം നടത്താൻ വരുന്നതും ഈ അഭിമുഖത്തിന്റെ ഒരു സ്ട്രക്ചറിൽ അതിനിടയിൽ പറയുന്നതോ ഓർമ്മയോ ഒക്കെ ആയിട്ടാണ് കഥ രൂപം കൊള്ളുന്നത്. അപ്പോൾ അവിടെ ഈ അഭിമുഖത്തിലേക്ക് എത്തുമ്പോൾ അഭിമുഖത്തിന്റെ ആ അഭിമുഖം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഈ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നത്.
അവിടെ നിന്ന് പിന്നെ അത് അവരുടെ പറച്ചിലുകളിലൂടെ സംഭവങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക് പോവുകയും തിരിച്ചതിനൊരു അവസാനത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇങ്ങനെ അഭിമുഖങ്ങളുടെ ഒരു ഘടനയുണ്ട് ഈ രണ്ട് കഥകൾക്ക്. അതേപോലെ തിരുനെല്ലി, ഈ യാതനാശരീരത്തിൽ, അൻപഴകന്റെ കഥകളുടെ യാതനാശരീരത്തിൽ തിരുനെല്ലിയുടെ ഈ മരണാനന്തര ക്രിയകളുടെയൊക്കെ ഒരു മഞ്ഞു പുതഞ്ഞ അന്തരീക്ഷമുള്ള തിരുനെല്ലിയിലെ ആ അന്തരീക്ഷത്തിലാണ് കഥ തുടങ്ങുന്നത്. ആ അന്തരീക്ഷത്തിൽ നിന്നാണ് ഓർമ്മകളിലേക്കും അൻപിന്റെ കൊലപാതകത്തിലേക്കും സഞ്ചരിക്കുന്നത്. അതേപോലെ വീരമണികണ്ഠന്റെ പിന്നെ പാട്ടുവെക്കാൻ വേണ്ടി ക്ഷേത്രകുളത്തിലേക്ക് പോകുന്ന വീരമണികണ്ഠന്റെ ഒറ്റച്ചക്കിലിയുണ്ട്. വീരമണികണ്ഠൻ പോവുകയും അയാൾ കൊറോണ കാലമാണ്, കുളത്തിൽ ചാടി കുളിച്ച് പാട്ടുവെക്കാൻ പോകുമ്പോൾ അവിടെ ഒറ്റച്ചക്കിലിയന്റെ അനക്കം കേൾക്കുന്നു. ശരിക്കും അന്ന് കണ്യാർകളിയൊന്നുമില്ല, പൊറാട്ടൊന്നുമില്ല. ആ അനക്കം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകളിൽ നിന്നാണ് രാമനാഥ അയ്യരുടെ കഥയിലേക്കും അയാളുടെ ജീവിതത്തിലേക്കും പോകുന്നത്. തിരിച്ചു വരുന്നത് അതേ അനുഭവം പൂജാരിക്ക് ഉണ്ടാകുന്നിടത്തേക്കാണ്. അപ്പൊ അവിടെയും ആദ്യം തിരുനെല്ലിയുടെ സവിശേഷമായ ഒരു അന്തരീക്ഷ സൃഷ്ടിയിൽ നിന്നാണ് രാമനാഥ അയ്യരുടെ ജീവിതത്തിലേക്ക് പോകുന്നത്. അതേപോലെ ഈ ചരമകോളത്തിലെ മരണവാർത്തയിൽ നിന്നാണ് നോവലിസ്റ്റിന്റെ ജീവിതത്തിലേക്ക്, ഓർമ്മകളിലേക്ക്. ചരമകോളത്തിലെ മരണവാർത്തയുടെ അവസാനം ഒരു സെന്റൻസ് ഉണ്ട്, ഇയാൾ 100-ലധികം നോവലുകൾ എഴുതിയിട്ടുണ്ട് അത്രേ. ആ ഒരു വാചകത്തിൽ നിന്നാണ് അന്ന് അയാളുടെ കെട്ടെഴുത്തുകാരനായിരുന്ന ഈ മനുഷ്യൻ അയാളെ ഓർത്തെടുക്കുന്നത്. അത് ഏറ്റവും അവസാനം അത് അയാളുടെ കഥകൾ കീറിക്കളഞ്ഞ് അയാൾ ഓടിപ്പോന്ന അതിലേക്ക് കഥ അവസാനിക്കുകയും ചെയ്യും. ഉറക്കമില്ലായ്മയുടെ വല്ലാത്തൊരവസ്ഥയിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തെത്തുന്ന ആദർശിൽ നിന്നാണ്, അല്ലെങ്കിൽ അയാളുടെ അടുത്തെത്തുന്ന ആദർശിൽ നിന്നാണ് ഉറക്കമില്ലായ്മയുടെ ചരിത്രം മുഴുവൻ, അയാളുടെ ഉറക്കമില്ലായ്മയുടെ പിന്നെ അത് അയാൾ അനുഭവിച്ച അസ്വസ്ഥതകൾ മുഴുവൻ അനാവൃതമാകുന്നത്. ഒടുവിൽ അതിന്റെ ആ കഥയെന്ന് അവസാനിക്കുന്നത് ഓർമ്മകളിലാണ്. ഉണ്ണിക്കുട്ടനെ, പച്ചയ്ക്ക് കത്തുന്ന 4 വയസ്സുകാരൻ ഉണ്ണിക്കുട്ടനെ കണ്ടു നിൽക്കേണ്ടി വന്നതിന്റെ ട്രോമയാണ് ആദർശന്റെ ഉറക്കമില്ലായ്മയുടെ ഒരു പിന്നിലുള്ളത് എന്ന ഒരു അറിവിലേക്ക് ആ കഥ ചെന്നെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഈ കഥകളിലെല്ലാം ഇത്തരത്തിലൊരു ഘടന, ഒരു ആഖ്യാന ഘടന പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു. അത് ചിലപ്പോൾ അഭിമുഖത്തിന്റെ രീതിയിലാകാം, അല്ലെങ്കിൽ ഓർമ്മകളിലേക്ക് പോകുന്ന ഏതെങ്കിലും മനുഷ്യരുടെ സവിശേഷ വ്യവഹാരങ്ങളിലാകാം. അതിനുശേഷം അത് ഓർമ്മകളിലേക്ക്, സംഭവങ്ങളിലേക്ക് പോവുകയും അത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്നല്ല, എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതവും പ്രതീക്ഷിതവുമായ ചില അവസാനങ്ങളിലേക്ക് പിന്നെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു ഘടനയാണ് മാഷ് സ്വീകരിക്കുന്നത്. മറ്റൊന്നൊരു മലയാളം അധ്യാപകൻ എന്ന നിലയിലുള്ള അനുഭവ ലോകങ്ങൾ ഈ കഥകളിൽ മാഷ് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു ഘടകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല നിലയിൽ പല ഘടകങ്ങൾ കോളേജുകളിൽ മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളത് മാത്രമല്ല, ആ മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും ഭാഷയിലുമൊക്കെ നന്നായി ഇടപെടുന്ന ഒരാൾ എന്ന നിലയിലുമുള്ള ചില ഘടകങ്ങൾ, അത് ഈ കഥകളെ മുഴുവൻ ജനിപ്പിച്ചത് അത്തരം ഘടകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതിൽ നോക്കുക, ക്ലൗഡ് മെസ്സഞ്ചർ എന്ന കഥ തന്നെ മേഘ സന്ദേശം എന്ന് പറഞ്ഞ കാളിദാസന്റെ കാവ്യവുമായും അതിലെ പുഷ്കലാവർത്തകം എന്ന മേഘവുമായും അതിന് നൽകുന്ന സന്ദേശവുമായൊക്കെ ബന്ധപ്പെട്ടാണ് വികസിക്കുന്നത്. അപ്പോൾ മേഘ സന്ദേശവും കാളിദാസനും കാളിദാസ പഠനങ്ങളും ഛത്രവും ചാമരും ഒക്കെ ആ കഥയിൽ കടന്നു വരുന്നുണ്ട്. അതിൽ ഞാനീ പറയുന്ന ഘടകങ്ങളിൽ സാഹിത്യമുണ്ട്, പുരാണമുണ്ട്, ഫോക്കിന്റെ അംശങ്ങളുണ്ട്, പ്രാദേശികമായ ഘടകങ്ങളുണ്ട്, മാഷ് ജീവിച്ചു വളർന്ന പരിസരങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്ന ഇത്തരം ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഈ കഥകൾ രൂപപ്പെടുന്നത്. അതൊരു മലയാളം അധ്യാപകൻ എന്ന രീതിയിൽ അതിനെ സ്വാംശീകരിച്ചതിന്റെ അടയാളങ്ങൾ കൂടിയാണ് ഈ കഥകൾ. ഗരുഡപുരാണം നേരത്തെ പറഞ്ഞു, ഗരുഡപുരാണം പുരാണമാണ്, ആ കഥയുടെ കേന്ദ്രമായി നിൽക്കുന്നത് ഗരുഡപുരാണം എന്ന് പറയുന്ന പുരാണമാണ്. അപ്പോൾ കാളിദാസന്റെ ക്ലാസിക്കലായിട്ടുള്ള സന്ദേശകാവ്യത്തിൽ നിന്ന്, ക്ലാസിക് കാവ്യത്തിൽ നിന്ന് ഗരുഡപുരാണത്തെ നമുക്ക് കാണാം. ബഷീർ സാഹിത്യമാണ്, ബഷീർ എഴുത്തിന്റെ പിന്നെ ഊർജമായി നിൽക്കുന്നത് ബഷീർ സാഹിത്യമാണ്. അതിനിടയിൽ മാരാരും ഒക്കെ കടന്നു വരുന്നുണ്ട്, ഹെമിംഗ് വേ കടന്നു വരുന്നുണ്ട്. അതിൽ ബഷീർ സാഹിത്യം മാത്രമല്ല, ഹെമിംഗ് വേ കടന്നു വരുന്നുണ്ട്. ഹെമിംഗ് വേയും ബഷീറും തമ്മിലുള്ള താരതമ്യം കടന്നു വരുന്നുണ്ട്, MT കടന്നു വരുന്നുണ്ട്. അതേപോലെ ഈ പുരാവൃത്തങ്ങൾ, ഫോക്ക് ഇനങ്ങൾ, പ്രത്യേകിച്ചും മാഷ് ജീവിത പരിസരത്തുള്ള കണ്യാർകളി, പൊറാട്ട്, വേലവരവ്, ഇങ്ങനെയുള്ള ഫോക്ക് ഇനങ്ങൾ. മായാണ്ടിയുടെ അവസാനമൊക്കെ വേലവരവ് കാത്തു നിൽക്കുകയാണ് അയാൾ, ആശുപത്രിയിൽ പോകാതെ. ആ വേലവരവിന്റെ തിരക്കിലും മഴയിലുമാണ് മായാണ്ടി അവസാനിക്കുന്നത്. ഒറ്റച്ചക്കിലിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പൊറാട്ടാണ്. അതേപോലെ സർപ്പവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ മായാണ്ടിയിൽ എന്ന കഥയിൽ വളരെ പ്രബലമാണ്. കണ്യാർകളി വരുന്നുണ്ട്. ഇങ്ങനെ ഫോക്ക്, പ്രാദേശികവും തൻ്റെ അനുഭവ പരിസരങ്ങളിലുള്ളതും അല്ലാത്തതുമൊക്കെയായിട്ടുള്ള ഫോക്ക് ഘടകങ്ങളെ ഈ കഥകളുടെ ആഖ്യാനത്തിലും മാഷ് പ്രയോജനപ്പെടുത്തും. അതുപോലെ ഈ പൈങ്കിളി സാഹിത്യം, പോൺ ലിറ്ററേച്ചർ, അതൊക്കെയാണ് പിന്നെ ബാലസാഹിത്യത്തിൽ. ആ കഥയുടെ പേര് ബാലസാഹിത്യം എന്നാണ് എന്നുള്ള കൂടെ പ്രത്യേക ശ്രദ്ധിക്കും. ബാലസാഹിത്യം എന്നാണ് ആ കഥയുടെ പേര്.
അവിടെയാണ് ഈ പറയുന്ന പൈങ്കിളി സാഹിത്യത്തെയും പോൺ സാഹിത്യത്തെയും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ സാഹിത്യം, പുരാണം, ഫോക്ക് എലമെന്റ് ഘടകങ്ങൾ, പ്രാദേശിക ചരിത്രം, കിരാതമൂർത്തിയെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങൾ, ഇത്തരം ഘടകങ്ങളെയൊക്കെ ഒരുപക്ഷെ ഒരു മലയാളം ഭാഷയും സംസ്കാരവും സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ സ്വാംശീകരിച്ചതിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് ഒരുപക്ഷെ ഈ കഥകൾ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് എങ്ങനെയാണ് പുതിയ കഥകളുടെ കാലത്ത്, നമ്മൾ 2010 ഇപ്പുറത്തുള്ള കഥകളുടെ ലോകത്ത് മാഷുടെ കഥകൾ വേറിട്ട് നിൽക്കുന്നത്? അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കഥയെഴുത്തിൻ്റെ ക്രാഫ്റ്റിൽ പുതിയ കാലത്തെ കഥകൾ കാണിക്കുന്ന, ആ കഥകളെ മോശപ്പെടുത്തി പറയുകയല്ല, ആ കഥകൾ കാണിക്കുന്ന അനാവശ്യ വൈചിത്ര്യങ്ങളോ സങ്കീർണതകളോ മാഷ്ടെ കഥകളിൽ ഇല്ല എന്നുള്ളത്. 2, ബോധപൂർവമായി രാഷ്ട്രീയം പറയാനുള്ള പ്രതിനിധാന സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന, പ്ലോട്ടിനെ സൃഷ്ടിക്കുന്ന സ്വഭാവവും മാഷ്ടെ കഥകളിലില്ല. അതിനപ്പുറത്ത് കഥയുടെ വളരെ ഒരു ക്ലാസിക്കലായ ശൈലി എന്ന് നമുക്ക് പറയാവുന്ന കഥയുള്ള കഥകളാണ് മാഷ്ടെ കഥകൾ. കഥയില്ലാത്ത കഥകളല്ല, കഥയുള്ള കഥകളാണ്. ആ കഥകൾക്കുള്ളിൽ കൃത്യമായ അനുഭവ പരിസരമുണ്ട്, മനുഷ്യരുണ്ട്, ജീവിതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിൽ ക്ലൗഡ് മെസ്സഞ്ചർ എന്ന സമാഹാരത്തിൽ അതിൽ അവതരിപ്പിക്കാൻ, ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യലോകങ്ങളെയാണ്. മനുഷ്യലോകങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മനുഷ്യരുടെ ആന്തരികമായ ലോകങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ ലോകമാണ്. അങ്ങനെ ഓരോ മനുഷ്യരുടെയും കഥയാണ് 9 കഥകൾ. അതുകൊണ്ട് 9 കഥകളും 9 ലോകങ്ങളാണ്, 9 ഭാവനാ ലോകങ്ങളാണ്. അത്തരത്തിൽ മനുഷ്യരെ അവതരിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തൻ്റെ നിലപാടുകളും രാഷ്ട്രീയവും സ്വതവേ വന്നു ചേരുകയാണ്. അല്ലാതെ അതിനുവേണ്ടി ഫ്രെയിം ചെയ്തുണ്ടാക്കുന്ന കഥകളല്ല, സ്വതവേ വന്നു ചേരുന്ന കഥകളാണ്. അതിനൊരു ജൈവികത ഉള്ള കഥകളാണ് മാഷുടെ കഥകൾ. അതുകൊണ്ട് മാഷ് തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങൾ നിരാസവും തിരസ്കാരവും നേരിട്ടതാണ് എൻ്റെ കഥകൾ. കാരണം നമ്മുടെ മുഖ്യധാര ഇന്ന് പരിചരിക്കുന്ന കഥകളുടെ രീതിശാസ്ത്രത്തിന് പുറത്താണ് മലയാള കഥയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവാർന്ന കഥകളുടെ രീതിശാസ്ത്രത്തിനകത്താണ് മാഷ്ടെ കഥകളുടെ ആഖ്യാനവും ഭാഷയും നിൽക്കുന്നത്. അത് മനുഷ്യരെക്കുറിച്ച്, മനുഷ്യ വൈവിധ്യങ്ങളെക്കുറിച്ച് ഒരു മുൻവിധിയുമില്ലാതെ നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.